ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയുള്ള കവറ്റ് ക്ലാസസിന്റെ ഒബ്ജക്റ്റീവ് മെഗാ ടെസ്റ്റ് സീരീസ് ഇപ്പോൾ ലഭ്യമാണ്. 15 ഫുൾ ലെങ്ത് ടെസ്റ്റോടുകൂടി 85ഓളം ടെസ്റ്റുകൾ അടങ്ങിയ ഈ പാക്കേജിൽ 3700ഓളം ചോദ്യങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. 499 രൂപ വില വരുന്ന ഈ ടെസ്റ്റ് പാക്കേജ് ലഭിക്കാനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കവറ്റ് ക്ലാസസ് എന്ന് സെർച്ച് ചെയ്യൂ, ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ, സ്റ്റോറിൽ കയറി ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യൂ. ഹാപ്പി ലേണിംഗ്. Welcome to Covet Online Classes. Today's session we deal with High Court Assistant Exam Model Exam where 40 questions comes from GK. 51 മുതൽ 90 ചോദ്യം വരെയാണ് GK ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിൽ 51 മുതൽ 70 വരെയുള്ള ചോദ്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നു. 71 മുതൽ 90 വരെയുള്ള ചോദ്യങ്ങൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ പറയുന്നു. ഇതിനു മുമ്പ് ഓൾറെഡി ഇംഗ്ലീഷിൻ്റെ ചോദ്യങ്ങളുടെ വീഡിയോ പോയിട്ടുണ്ട്. സോ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് വരിക. ഓൺ ദാറ്റ് നോട്ട് ലെറ്റ്സ് സ്റ്റാർട്ട്. First question എന്താണ്? The action is called dash when more than 5 people are not allowed to assemble abiding to Indian Penal Code. So Indian Penal Code അനുസരിച്ച് 5-ൽ കൂടുതൽ ആളുകൾ അസംബിൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലാണ്? ഈ ആക്ഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് സെക്ഷൻ 144 അപ്പോൾ ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്ന IPCയും ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എന്ന് പറയുന്ന CRPCയും ഈ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇതിനുള്ള എല്ലാ സെക്ഷൻസും പഠിക്കണമെന്നില്ല, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില സെക്ഷൻസ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്, എസ്പെഷ്യലി വിത്ത് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള IPC CRPC സെക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ തന്നെ നമ്മൾ അടുത്തിടെ കണ്ട ഒരു പദമാണ് അല്ലെങ്കിൽ വേർഡാണ് ഈ പറയുന്ന ലോക്ക്ഡൗൺ. കർഫ്യൂ സെക്ഷൻ 144 മുമ്പ് വന്നിട്ടുണ്ട്. ലോക്ക്ഡൗൺ എന്ന് പറയുന്നത് ഈ പറയുന്ന ക്വാറന്റൈൻ മെഷേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന എപ്പിഡമിക്സ്, പാൻഡമിക്സ് ഇതൊക്കെ സംഭവിക്കുമ്പോൾ അത് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി മെയിനായിട്ട് ചെയ്യുന്ന ഒരു ഇനിഷ്യേറ്റീവാണ് ലോക്ക്ഡൗൺ. ഈ ലോക്ക്ഡൗൺ ക്യാൻ ബി ഇനിഷ്യേറ്റഡ് ബൈ ചീഫ് മെഡിക്കൽ ഓഫീസർ, അതായത് ആ ഡിസ്ട്രിക്റ്റിലെ അല്ലെങ്കിൽ ഈ പറയുന്ന മെഡിക്കൽ വിങ്ങിനുള്ള ചീഫ് മെഡിക്കൽ ഓഫീസർ അല്ലെങ്കിൽ ഒരു കളക്ടർ, ഡിസ്ട്രിക്ട് കളക്ടറിന് മാത്രമേ ലോക്ക്ഡൗൺ ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കർഫ്യൂ എന്ന് പറയുന്നത് എഗെയിൻ ഡിസ്ട്രിക്ട് കളക്ടറിന് പറ്റും, അല്ലെങ്കിൽ പോലീസ് കമ്മീഷണർ, സൂപ്രണ്ട് ഓഫ് പോലീസ് ഇങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ കർഫ്യൂ ഇമ്പോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സെക്ഷൻ 144 പോലീസിൻ്റെ കയ്യിൽ തന്നെയാണ്, അവർ തന്നെയാണ് ഇമ്പോസ് ചെയ്യുന്നത്. പക്ഷേ സെക്ഷൻ 144ഉം ഇത് തമ്മിൽ കർഫ്യൂ അല്ലെങ്കിൽ ലോക്ക്ഡൗൺ എന്നുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 5 പേരിൽ കൂടുതൽ അലോ ചെയ്യില്ല, അസംബിൾ ചെയ്യാൻ അലോ ചെയ്യാത്ത സെക്ഷനാണ് 144, IPCയിലെ 144 സെക്ഷൻ. കർഫ്യൂ ലോക്ക്ഡൗൺ എന്ന് പറയുന്നത് അസംബ്ലി എന്ന് പറയുന്നത് ആളുകളുടെ കൂട്ടത്തിനെ തടയുമെങ്കിലും ഈ 5 പേര് എന്നുള്ള നിബന്ധന അവിടെ ഇല്ല. സോ ലോക്ക്ഡൗൺ കർഫ്യൂ എന്ന് പറയുന്നത് സിമിലർ ആണ്. രണ്ടും ഈ പറയുന്ന പോലെ ഈ എന്താണ് അസംബ്ലിയെ, ആളുകളുടെ കൂട്ടത്തെ ഇല്ലായ്മ ചെയ്യുന്നത് തന്നെയാണ്. പക്ഷേ കർഫ്യൂവിൽ എസെൻഷ്യൽ സർവീസസ്, വളരെ ആവശ്യമുള്ള സർവീസസ്, നമ്മൾ ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ കണ്ടു എസെൻഷ്യൽ സർവീസസിനെ ഒഴിവാക്കിയിട്ടുണ്ട്, അതാണ് ലോക്ക്ഡൗൺ. പക്ഷേ കർഫ്യൂവിൻ്റെ കാര്യം പറയുമ്പോൾ എസെൻഷ്യൽ സർവീസസ് കൂടി ബാൻ ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് അല്ലെങ്കിൽ ആക്ഷനാണ് വി സേഡ് കർഫ്യൂ. സെക്ഷൻ 144ഉം കർഫ്യൂവും തമ്മിൽ സെയിം തന്നെയാണ്. പക്ഷേ 5 പേര് പാടില്ല എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് പറയുന്നത് സെക്ഷൻ 140 ആണ്. ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് മാർഷ്യൽ ലോ. കോൺസ്റ്റിറ്റ്യൂഷനിനകത്ത് നമ്മൾ മാർഷ്യൽ ലോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അതിനകത്ത് ഈ പറയുന്ന സെക്ഷൻ 144 പറയുന്നുണ്ട്. Second question. Our Indian Constitution closely follows the constitutional system of which nation? ഏത് രാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോളോ ചെയ്യുന്നതാണ്? The answer is UK. USAയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റം ഫോളോ ചെയ്യുന്നില്ല, ബട്ട് വി ബോറോ സം ഫീച്ചേഴ്സ് ഫ്രം USA, റഷ്യ, UK ആൻഡ് അയർലൻഡ്. ഇപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്ന അയർലൻഡ് ഇന്ന് ബോറോ ചെയ്തതാണ്. UK നിന്ന് ബോറോ ചെയ്ത് നമ്മൾ ഓൾറെഡി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ബ്രിട്ടീഷുകാരാണ് ചെയ്തത്. സോ ആ ഒരു ഐഡിയയിൽ നമുക്ക് അവരുടെ ഇമ്പാക്റ്റ് പറയാം. വേറെ കുറേ ഫീച്ചേഴ്സ് നമ്മൾ ബോറോ ചെയ്തിട്ടുണ്ട്. റഷ്യ നിന്ന് ബോറോ ചെയ്തിട്ടുണ്ട്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും മറ്റുമൊക്കെ റഷ്യയിൽ നിന്ന് ഇൻസ്പയർഡ് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുവന്നതാണ്. USA നമ്മൾ ബിൽ ഓഫ് റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ രൂപമായ ബിൽ ഓഫ് റൈറ്റ്സ് ബോറോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ചോദ്യം, വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റം ഈസ് ക്ലോസ്ലി ഫോളോഡ് ബൈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നതാണ്? അതായത് ഈ പറഞ്ഞ പ്രൊസീജിയേഴ്സ്, കാര്യങ്ങൾ, ഈ പറയുന്ന ഏത്
ഭരണഘടനാ പ്രവൃത്തിയായിട്ടും അത് ഏറ്റവും കൂടുതൽ സാമ്യത നിൽക്കുന്ന ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനാ സിസ്റ്റമായിട്ടാണ്? ആൻസർ ഈസ് UK. ഒരുപാട് കാലം നമ്മളെ ഭരിച്ചത് കൊണ്ടാവാം UK സിസ്റ്റമാണ് ഈ പറയുന്ന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വൈൽ ദേ പ്രിപ്പയർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്ത UK സിസ്റ്റമാണ്. വി ഹാവ് 2 houses ഹിയർ. അവിടെ UK സിസ്റ്റത്തിലും ദേ ഹാവ് 2 houses, അപ്പർ ഹൗസ് ആൻഡ് ലോവർ ഹൗസ്. ഇവിടെയും രാജ്യസഭ ലോക്സഭ എന്നുള്ള 2 houses ഉണ്ട്. പ്രസിഡൻഷ്യൽ ഇലക്ഷൻ്റെ എടുക്കുകയാണെങ്കിലും ഈ പറയുന്ന ഇൻഡയറക്റ്റ് എലക്ഷൻസ് ആണ് നമ്മൾ നാട്ടിൽ നടക്കുന്നത്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു UK. വേറാസ് ഇൻ USA ഇറ്റ് ഇസ് എ ഡയറക്റ്റ് ഇലക്ഷൻ. അതായത് ജനങ്ങൾ നേരിട്ടാണ് പ്രസിഡന്റിനെ എലക്ട് ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ഇൻഡയറക്റ്റ് ഇലക്ഷൻസ്. എലക്റ്റഡ് MLAs, എലക്റ്റഡ് MPs, ദേ ഫോം എ ഇലക്ട്രൽ കോളേജ്. അത് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ബൈ സിംഗിൾ ട്രാൻസ്ഫർ വോട്ട് സിസ്റ്റം എന്ന രീതിയിലാണ് ആ ഒരു എലക്ഷൻ നടക്കുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ഇൻഡയറക്റ്റ് ഇലക്ഷൻ. സോ അങ്ങനെ പല രീതിയിലും നമ്മൾ USA ആയിട്ട് ഈ പറയുന്ന സിസ്റ്റം ഫോളോ ചെയ്യുന്നില്ല. റഷ്യ ആയിട്ട് തീരെയില്ല. അയർലൻഡിൽ നിന്ന് ബോറോ ചെയ്തിട്ടേ ഉള്ളൂ, ഫീച്ചേഴ്സ് എടുത്തിട്ടേ ഉള്ളൂ. ക്ലോസ്ലി ഫോളോ ചെയ്യുന്നത് UK ആയിട്ട്. Next question. Who among the following rulers introduced Rajput patrons in the administration of his empire? ഏത് രാജാവാണ് രജ്പുത് പാട്രൺസിനെ അദ്ദേഹത്തിൻ്റെ എംപയർ അഡ്മിനിസ്ട്രേഷൻ, അതായത് അദ്ദേഹത്തിൻ്റെ ഭരണ കാര്യങ്ങളുമായി അല്ലെങ്കിൽ രാജ്പുത്സിനെ അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിൽ കൊണ്ടുവന്നത്? അല്ലെങ്കിൽ അവരുടെ പാട്രണേജ് എന്ന് പറയുന്നത് അവരുടെ യോജിപ്പ് അല്ലെങ്കിൽ അവരുടെ സഹായം അല്ലെങ്കിൽ അവരുടെ സേവനം ലഭിക്കുന്നു. ആ ഒരു ഐഡിയയിൽ ആൻസർ എന്ന് പറയുന്നത് അക്ബറാണ്. ബാബർ എന്ന് പറയുന്ന അക്ബറിന് മുന്നേ ഉള്ള ഭരണാധികാരിയാണ്. അദ്ദേഹം രജ്പുത്സുമായിട്ട് അത്ര സുഖത്തിലായിരുന്നില്ല. സോ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ്ഡ് രജ്പുട്സുമായിട്ട് ഒരു റിലേഷൻഷിപ്പ്. അതിപ്പോൾ മാട്രിമോണിയൽ അലവൻസ് ആവാം, അല്ലെങ്കിൽ ഈ പറയുന്ന ഡിപ്ലോമാറ്റിക് അലവൻസസ് ആവാം. മാട്രിമോണിയൽ അലയൻസ് ആവാം, അല്ലെങ്കിൽ ഡിപ്ലോമസി യൂസ് ചെയ്തുകൊണ്ട് അദ്ദേഹം രജ്പുട്സിനെ തൻ്റെ വരുതിയിൽ വരുത്താൻ ശ്രമിച്ചു, അല്ലെങ്കിൽ ബൈ ഫോഴ്സ്. പല യുദ്ധങ്ങളും അദ്ദേഹം രജ്പുട്സിനെ മേൽ ചെയ്തിട്ടുണ്ട്. ഫോഴ്സ് ചെയ്യുക, ബിക്കോസ് ദേ വോണ്ട് അക്സെപ്റ്റ് ദ പാട്രണേജ് ഓഫ് അക്ബർ. അക്ബറിൻ്റെ പാട്രണേജ് അക്സെപ്റ്റ് ചെയ്യാത്ത രീതിക്ക് അവരെ ഫോഴ്സ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ 3-4 വഴികളോടുകൂടി അദ്ദേഹം രജ്പുട്ട് പാട്രൺസിനെ അദ്ദേഹത്തെ അഡ്മിനിസ്ട്രേഷനിൽ എത്തിച്ചു. ഫോർ എക്സാമ്പിൾ ജോധ അക്ബറിൻ്റെ കാര്യമൊക്കെ നമ്മൾ ഓർക്കുക. മാട്രിമോണൽ റിലേഷൻഷിപ്പ്, മാട്രിമോണൽ അലയൻസസ് വഴി അക്ബറും മറ്റു ആളുകളും രജ്പുട്സിൻ്റെ ഈ പറയുന്ന ലേഡീസിനെ വിവാഹം ചെയ്യുകയും അറ്റ് ദ സെയിം ടൈം Rajput men were married to Mughal related people. സോ അങ്ങനെയുള്ള അലയൻസസ് അവർ കൊണ്ടുപോയിട്ടുണ്ട്. മാത്രമല്ല രജ്പുട്ട് ആളുകളുടെ ഇടയിലുള്ള നോബിൾസിനെ, മഹത്തായ ആളുകളെ, വിവരമുള്ള മീൻസ് അത്യാവശ്യം വിവരമുള്ള ആളുകളെ അവർ വളരെ ഹയർ ലെവൽ പോസ്റ്റുകൾ, ജനറൽ പോസ്റ്റുകളിലൊക്കെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഹയസ്റ്റ് പൊസിഷൻസ് കൊടുത്ത് അക്ബർ അവരെ സ്വാധീനിച്ചിട്ടുണ്ട്. സോ എനിവേ രജ്പുട്ട് പാട്രൺസിനെ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഭരണാധികാരി എമംഗ് ദീസ്, ഈ 4 പേരിൽ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് അക്ബറാണ്. 54th question. The Radcliffe Committee was appointed. എന്തിനാണ് റാഡ്ക്ലിഫ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നതാണ് ചോദ്യം. സോ സർ സിറിൽ റാഡ്ക്ലിഫ് എന്നാണ് ഈ കമ്മിറ്റിയുടെ ചെയർമാൻ്റെ പേര്. അദ്ദേഹത്തിനെ അപ്പോയിന്റ് ചെയ്തത് മെയിനായിട്ട് ഡീലിമിറ്റ് ദ ബൗണ്ടറീസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. അന്ന് ഇന്ത്യ എന്ന രാജ്യത്തിന് ഈ പറയുന്ന ഈസ്റ്റിൽ വെസ്റ്റിൽ, ഇത് വെസ്റ്റ് ഇത് ഈസ്റ്റ്. ഇതൊരു മാപ്പാണെങ്കിൽ വെസ്റ്റ് ഭാഗത്ത് പാകിസ്ഥാനുണ്ട്, ഈസ്റ്റ് ഭാഗത്തും പാകിസ്ഥാനുണ്ട്. ഇപ്പോഴത്തെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഈസ്റ്റ് പാകിസ്ഥാൻ, വെസ്റ്റ് പാകിസ്ഥാൻ. ഈ 2 ഏരിയാസും ഇന്ത്യയിൽ നിന്ന് വേർതിരിക്കണമെങ്കിൽ വി ഷുഡ് ഹാവ് എ ബൗണ്ടറി. സോ ഈ ബൗണ്ടറിയുടെ കാര്യങ്ങൾ തീരുമാനിക്കാനും അത് എവിടെയൊക്കെ വേണമെന്നും എങ്ങനെ വരയ്ക്കണമെന്നും മറ്റുമൊക്കെ തീരുമാനിക്കാനുള്ള ഉണ്ടാക്കിയ അല്ലെങ്കിൽ നിർമ്മിച്ച കമ്മിറ്റിയാണ് റാഡ്ക്ലിഫ് കമ്മിറ്റി. അതിൻ്റെ ഹെഡ് സിറിൽ റാഡ്ക്ലിഫ് ആയിരുന്നു, സർ സിറിൽ റാഡ്ക്ലിഫ്. ഓക്കെ. അദ്ദേഹത്തിൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് 1,75,000 സ്ക്വയർ മൈൽസ് ഓഫ് ടെറിട്ടറി, 88 മില്യൺ പീപ്പിൾ, ഇവരെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് 1 lakh ഈ പറയുന്ന 1 ലക്ഷത്തിന് മേൽ 2 ലക്ഷത്തോളം അടുപ്പിച്ച് വരുന്ന സ്ക്വയർ കിലോമീറ്റേഴ്സ് ഉള്ള ഏരിയ സ്പ്ലിറ്റ് ചെയ്ത് പറയുന്ന പാകിസ്ഥാന് കൊടുക്കണം, ഇന്ത്യക്കും കൊടുക്കണം. ആ ഒരു ഇനിഷ്യേറ്റീവാണ് ഈ പറയുന്ന റാഡ്ക്ലിഫ് കമ്മിറ്റി നേതൃത്വം വഹിച്ചത്. അതുപോലെ അതിൻ്റെ ഒരു വളരെ ഭാവിയിൽ അത് ഹിസ്റ്ററിയിൽ വളരെ ഇതായി മാറിയ ഒരു സംഭവം എന്ന് പറയുന്നത് അദ്ദേഹം ഉപയോഗിച്ച പേനയാണ്. സിറിൽ റാഡ്ക്ലിഫ് ഉപയോഗിച്ച പേനയുടെ മഷി കട്ടി കൂടിയതായതുകൊണ്ട് ഈ പറയുന്ന ഏരിയാസിൽ വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു.
കാര്യം നമ്മളൊരു മാപ്പിൽ നമ്മൾ ചെറുതായിട്ട് വരയ്ക്കുന്ന പോലെയല്ല ഇച്ചിരി കട്ടിയോടി വരയ്ക്കുമ്പോൾ, ബിക്കോസ് മാപ്പിൽ അതൊരു ചെറിയ ലൈനാണെങ്കിലും ഓൺ ദ ഗ്രൗണ്ട് അതൊരു വലിയ ഏരിയയെ സംബന്ധിച്ച് അത് ഏരിയയെ അത് ഡിനോട്ട് ചെയ്യും. സോ ആ ഒരു ഐഡിയയിൽ ഈ പറയുന്ന അദ്ദേഹം ഉപയോഗിച്ച പേന കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് അതിർത്തിയിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഏരിയ പാകിസ്ഥാൻ പറയും അവരുടേതാണെന്ന്, നമ്മൾ ഇന്ത്യയിൽ ഈ ഏരിയ എന്ന് പറയും. അത് ഈസ്റ്റിലായാലും വെസ്റ്റിലായാലും സംഭവിച്ചിട്ടുണ്ട്. സോ അതൊരു എക്സ്ട്രാ ഇൻഫർമേഷനാണ്. ഇറ്റ് വോണ്ട് കം ഫോർ ദ എക്സാം, ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, റാഡ്ക്ലിഫ് കമ്മിറ്റി എന്ന് പറയുന്നത് ഡീലിമിറ്റേഷൻ ഓഫ് ബൗണ്ടറീസ്, അതാണ് അതിന് ഇവിടുത്തെ ഉത്തരം. 55th ക്വസ്റ്റ്യൻ, സയൻസ് എന്നൊരു ചോദ്യമാണ്. ദ ഫിനോമിനൺ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നത് എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റേഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് ചാർജിങ് എ ബോഡിയാണോ? അല്ല. ദ പ്രോസസ് ഓഫ് ജനറേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കറണ്ട് പാസിംഗ് ത്രൂ എ കോയിൽ? അല്ല. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കറണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അതായത് ഒരു EMF, ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്ന EMF ജനറേറ്റ് ചെയ്യണം. അതിൻ്റെ ഉത്തരം ഇതാണ്. ഇൻ പ്രൊഡ്യൂസിങ് എൻ ഇൻഡ്യൂസ് കറണ്ട് ഇൻ എ കോയിൽ ഡ്യൂ ടു റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ മാഗ്നറ്റ് ആൻഡ് ദ കോയിൽ. ഓക്കെ, അതായത് ഒരു കോയിൽ ഉണ്ടാവും, അതിനകത്തൊരു മാഗ്നറ്റ് ഉണ്ടാവും. ഈ മാഗ്നറ്റിൻ്റെയും കോയിലിൻ്റെയും റിലേറ്റീവ് മോഷൻ കാരണം ഇതിനകത്തുണ്ടാകുന്ന കറണ്ടാണ് ഈ പറയുന്ന ഇത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. സോ ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. പ്രൊഡ്യൂസിങ് എൻ ഇൻഡ്യൂസ് കറണ്ട് ഇൻ എ കോയിൽ ഡ്യൂ ടു റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ എ മാഗ്നറ്റ് ആൻഡ് എ കോയിൽ. മാഗ്നറ്റും കോയിലും തമ്മിലൊരു മോഷൻ ഉണ്ടായിരിക്കും. ആ മോഷൻ കൊണ്ടുണ്ടാവുന്ന കറണ്ട്, കോയിലുണ്ടാവുന്ന കറണ്ട്, ആ കറണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് നമ്മൾ അതിനെ വിളിക്കുന്ന EMF എന്ന് പറയും, ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയും. ഇതൊരു വോൾട്ടേജ് ആണ്. വോൾട്ടേജും കറണ്ട് എങ്ങനെ ഉണ്ടായാലും വോൾട്ടേജ് ഉണ്ടെങ്കിൽ കറണ്ട്, എനിവേ. സോ EMF ഇൻഡ്യൂസ് ആവുന്നു, ആ ഒരു പ്രോസസ്സ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കേരള ഹൈക്കോർട്ട് റീസെൻ്റ്ലി എൻറ്റേർഡ് ഇൻ ടു എ കോൺട്രവേഴ്സി റിഗാർഡിംഗ് ത്രിസ്കൈഡെക്കോഫോബിയ. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഫിയർ ഓഫ് നമ്പർ 13 ആണ് ശരി ഉത്തരം. അത് ത്രിസ്കൈഡെക്കോഫോബിയ എന്ന് പറയുന്നത് എക്സ്ട്രീം ഫിയർ ഓഫ് നമ്പർ 13, 13 എന്ന് പറയുന്ന നമ്പറിനെ ഒരുപാട് അധികം ഭയക്കുന്ന ഒരു ഫിനോമിനമാണ് ത്രിസ്കൈഡെക്കോഫോബിയ. നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവിലാണെങ്കിൽ ഈ പറയുന്ന പല മേഖലകളിലാണെങ്കിൽ നമ്പർ 13നെ പലരും ഭയക്കുന്നുണ്ട്. സ്കൂൾ ലെവലിൽ പോലും നമ്മൾ കണ്ടിട്ടുണ്ട് 13 റോൾ നമ്പർ എഴുതുന്നവരെ ചിലപ്പം നമ്മൾ ഭയക്കാറുണ്ട്, ചില കുട്ടികൾ അതിനെ ഭയക്കാറുണ്ട്. അതേപോലെ മന്ത്രിമാരെ കാറിൻ്റെ നമ്പർ 13 ചിലർ ഉപയോഗിക്കാറില്ല. ബംഗ്ലാവ് 13th നമ്പർ ബംഗ്ലാവ് എടുക്കാറില്ല. ഈ പറയുന്ന 13th റൂം എടുക്കാറില്ല. സോ ആ ഒരു 13th റൂം എടുത്തില്ല എന്ന് പറഞ്ഞാണ് ഹൈക്കോർട്ട് ചെയ്ത ഒരു അപരാധം. അതായത് കേരള ഹൈക്കോർട്ട് എന്ത് ചെയ്തു? കോർട്ട് റൂംസ് അസൈൻ ചെയ്യുന്ന സമയത്ത് 13th നമ്പർ എന്ന 13 നമ്പറിനെ അവോയ്ഡ് ചെയ്തു. ഒരു 13 എന്ന നമ്പർ യൂസ് ചെയ്തില്ല. സോ ഇങ്ങനെ ലിറ്ററേറ്റ്, വളരെ മോസ്റ്റ് ലിറ്ററേറ്റ് സ്റ്റേറ്റിൻ്റെ കേരളത്തിൻ്റെ ഹൈക്കോടതി ആയിരുന്നിട്ട് ഇങ്ങനെയുള്ള സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ്സ് മുന്നോട്ട് കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് പറഞ്ഞ പെറ്റീഷണർ ഒരു ചോദ്യം ചെയ്യുക, ഹൈക്കോടതി തന്നെ ചോദ്യം ചെയ്യുകയും ആ പെറ്റീഷണർക്ക് 10,000 രൂപ എന്താണ് ഫൈൻ അടിച്ച്, പെനാൽറ്റി അടിച്ചു കൊടുക്കുകയും ചെയ്തു. ആ പെറ്റീഷൻ റിജക്റ്റ് ചെയ്യുകയും ചെയ്തു. അദ്ദേഹം നേരെ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി ഹൈക്കോടതിക്ക് ശാസന കൊടുത്തു. ഈ പറയുന്ന ത്രിസ്കൈഡെക്കോഫോബിയ പോലുള്ള സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ്സ് കൊണ്ടു നടക്കുന്ന എന്തിനാണെന്ന് പറഞ്ഞ് ആ പെറ്റീഷണർക്കുള്ള പെനാൽറ്റി ഒഴിവാക്കി കൊടുക്കുകയും ഹൈക്കോടതിയെ ശാസിക്കുകയും ഈ ഒരു നമ്പർ 13ൻ്റെ ഫിയർ മാറ്റി നിർത്തിക്കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞ് നിർദ്ദേശിക്കുകയും ഉണ്ടായി. സോ അങ്ങനെ ഒരു റീസെൻ്റ് ആയിട്ടുള്ളൊരു കോൺട്രവേഴ്സിയിൽ കേരള ഹൈക്കോടതി വന്ന് പെട്ടതിൻ്റെ പേരാണ് ത്രിസ്കൈഡെക്കോഫോബിയ. സോ അത് ചോദിക്കുകയാണെങ്കിൽ യു ഷുഡ് നോ ഫിയർ ഓഫ് നമ്പർ 13. ഡബിൾ ജെപ്പാർഡി അല്ല, സ്ലോ ജുഡീഷ്യൽ പ്രോസസ് അല്ല, ഡെത്ത് സെൻറ്റൻസ് ഇമ്പോസിഷൻ, ഈ കാര്യങ്ങളൊന്നുമല്ല. ഫിയർ ഓഫ് നമ്പർ 13 ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, the state where Antyodaya scheme was started. So Antyodaya എന്ന് പറയുന്ന സ്കീം എന്ന് പറയുന്നത് it was instituted for the upliftment of poorest. ഏറ്റവും പാവങ്ങളിൽ പാവം, poorest of poorest എന്ന രീതിയിൽ ഏറ്റവും പാവങ്ങളിൽ പാവങ്ങളായ ആളുകൾക്ക് ഈ രാജ്യത്ത് അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടി നടത്തുന്ന സ്കീമാണ് അന്ത്യോദയ. ഓക്കെ, ഇത് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം രാജസ്ഥാനാണ്. 1977 ആദ്യമായി നടപ്പിലാക്കുന്നത്. അത് പിന്നീട് പല ഗവൺമെൻറ്റ്സ് അത് ഏറ്റെടുത്തു. ഫോർ എക്സാമ്പിൾ ഉത്തർപ്രദേശ്, ഒറീസ, ഹിമാചൽ പ്രദേശ്, മണിപ്പൂർ എന്നിവയെല്ലാം തന്നെ 1978 അത് ടേക്ക് ഓവർ ചെയ്തു. അവരുടെ ഗവൺമെൻറ് പോളിസീസിൽ ഈ പറയുന്ന പൂർ പീപ്പിളിന് വേണ്ടിയുള്ള ആനുകൂല്യങ്ങളും മറ്റും ഉൾപ്പെടുത്തുകയും അവരുടെ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടി അന്ത്യോദയ സ്കീം ഉൾപ്പെടുത്തുകയും ചെയ്തു. സോ ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ബിറ്റ്വീൻ അന്ത്യോദയ സ്കീം. സ്കീംസിൻ്റെ ഒറിജിൻ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പഠിക്കുന്നതല്ലായിരിക്കും. സ്കീംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി സെൻട്രലി സ്പോൺസേർഡ് സ്കീംസ് അല്ലെങ്കിൽ ഈ പറയുന്ന
മറ്റ് സംസ്ഥാനങ്ങളിൽ, കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ വളരെ ഫേമസ് ആയിട്ടുള്ള എന്തെങ്കിലും സ്കീമും പദ്ധതികളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. സോ ഇത് ചോദിച്ച റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്റർനാഷണൽ ലിറ്ററേച്ചറിൽ നിന്ന് അത്യാവശ്യം ചോദ്യം പല ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിനും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണണം. സോ ഇവിടുത്തെ ചോദ്യം, ഹൂ റോട്ട് ദ ഫാൻറ്റസി നോവൽ ദ ലോർഡ് ഓഫ് ദ റിങ്സ്? ആരാണ് ഫാൻറ്റസി നോവൽ ലോർഡ് ഓഫ് ദ റിങ്സ് എഴുതിയത്? ഈ ലോർഡ് ഓഫ് ദ റിങ്സ് ഒരു മൂവിയാണ്, ഇംഗ്ലീഷ് മൂവിയാണ്, 3 parts ഉള്ള ഒരു മൂവിയാണ്, ട്രിലോജിയാണ്. സോ എന്താണ്? വൺ സെക്കൻഡ്, സ്പെല്ലിംഗ് ഒന്ന് നോക്കട്ടെ. ഓക്കെ, ട്രിലോജി, TRILOGY. ഓക്കെ, അതെന്താണ്? 3 parts ഉള്ള ഒരു മൂവിയാണ്. അതൊരു സിംഗിൾ ബുക്കാണ്. ആ ബുക്ക് എഴുതിയ ആൾ J.R.R. ടോൾക്കിൻ. 1937 അദ്ദേഹം ഒരു പുസ്തകം എഴുതി. അതിൻ്റെ പേരാണ് ദ ഹോബിറ്റ്. അതൊരു ചിൽഡ്രൻസ് ബുക്കായിരുന്നു. അതിൻ്റെ സീക്വൽ, അതിന് ശേഷം വരുന്ന കാര്യങ്ങൾ പറയുന്ന സീക്വൽ എന്ന രീതിയിലാണ് ലോർഡ് ഓഫ് ദ റിങ്സ് അദ്ദേഹം എഴുതിയത്. പിന്നെ C.S. ലെവിസ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ഓതറാണ്. J.K. റോളിംഗ് എന്ന് പറയുന്നത് അറിയാം, നമ്മൾ ഹാരി പോട്ടർ സീരീസിൻ്റെ ഓതറാണ്. പീറ്റർ ജാക്സൺ എന്ന് പറയുന്ന ആളാണ് ഈ സിനിമ എടുത്തത്. സോ ഈ സിനിമയുടെ പുറകിൽ പ്രവർത്തിച്ചാണ് പീറ്റർ ജാക്സൺ. J.R.R. ടോൾക്കിനാണ് ഈ ഒരു ലോർഡ് ഓഫ് ദ റിങ്സ് എന്ന പുസ്തകം എഴുതിയത്. ഇറ്റ് ഈസ് എ ഫാൻറ്റസി നോവൽ. സോ ഇതൊരു വേൾഡ് ലിറ്ററേച്ചർ എന്നുള്ള ചോദ്യമാണ്. സച്ച് ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിരിക്കും, വളരെ ഫേമസ് ആയിട്ടുള്ള ബുക്കുകൾ ഉണ്ടാവും, അതൊക്കെ ഒന്ന് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. 59th ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു KP കറുപ്പൻ? KP കറുപ്പനുമായിട്ട് ബന്ധമില്ലാത്തത് എന്താണ്? കല്യാണദായിനി സഭയാണോ, ജ്ഞാനോദയം സഭയാണോ, സന്മാർഗ പ്രതിഭാ സഭ, ആനന്ദ മഹാസഭ? സോ KP കറുപ്പൻ എന്ന് പറയുന്ന ആളാരാണ്? ഹി വാസ് എ പോയിറ്റ്, ഡ്രമാറ്റിസ്റ്റ് ആൻഡ് എ സോഷ്യൽ റിഫോമർ ഫ്രം ദ എറണാകുളം ഡിസ്ട്രിക്ട്. നമ്മളിപ്പോഴത്തെ എറണാകുളം, പഴയ കൊച്ചി എന്നറിയപ്പെടുന്ന ഇപ്പോഴത്തെ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള ഒരു സോഷ്യൽ റിഫോമറാണ് KP കറുപ്പൻ. ഇദ്ദേഹത്തിന് ഏറ്റവും അധികം പ്രശസ്തി എഴുതി കൊടുത്തൊരു കാര്യം കായൽ സമ്മേളനമാണ്. കായൽ സമ്മേളനം in 1913 കൊച്ചി കായലിൽ നടന്ന കായൽ സമ്മേളനമാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രശസ്തി നേടിക്കൊടുത്തത്. അദ്ദേഹം വളരെ മികച്ച ഒരു പ്രവർത്തകനായിരുന്നു, സോഷ്യൽ റിഫോമർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇല്ലാത്ത സഭ എന്ന് പറയുന്നത് ആനന്ദ മഹാസഭയാണ്. സോ ഇതെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ളതാണ്. ഇല്ലാത്തത് എന്ന് പറയുന്നത് ആനന്ദ മഹാസഭയാണ്. ആനന്ദ മഹാസഭയുടെ പിറകിലുള്ളത് ബ്രഹ്മാനന്ദ ശിവയോഗി, ആലത്തൂർ ശിവയോഗി എന്നറിയപ്പെടുന്ന ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ഈ പറയുന്ന ആനന്ദ മഹാസഭ. ആനന്ദം ബ്രഹ്മാനന്ദം, ആ ഒരു ക്ലൂ മറന്നു പോകരുത്. ഇത് അദ്ദേഹത്തിന് കീഴിലുള്ള സഭയാണ്. ഇനി കല്യാണദായിനി സഭ എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂരാണ് നിലകൊണ്ടിരുന്നത്. കൊടുങ്ങല്ലൂരാണ് കല്യാണദായിനി സഭ വരുന്നത്. ജ്ഞാനോദയം സഭ എന്ന് പറയുന്നത് കൊച്ചിയിലാണ്. കുമ്പളം എന്ന പ്രദേശത്താണ് സന്മാർഗ സഭ വരുന്നത്, കുമ്പളം. സോ ഇതെല്ലാം തന്നെ KP കറുപ്പന്റെ കീഴിലുള്ള സഭകളായിരുന്നു. ഇല്ലാത്തത് ആനന്ദ മഹാസഭ, അത് തുടങ്ങി വെച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ വൺ ദ ഇറ്റാലിയൻ ഓപ്പൺ വുമൻസ് സിംഗിൾസ് ടൈറ്റിൽ 2021? ഇതിന്റെ ഉത്തരം ഇഗ ഷ്വേസ്റ്റെക് ആണ്. ഷീ ഈസ് എ പോളണ്ട് വുമൺ, പോളിഷ് വുമൺ. പോളണ്ട് ആരെയും നമ്മൾ പോളിഷ് എന്ന്, ഷീ ഈസ് എ പോളിഷ് വുമൺ. അദ്ദേഹം ഈ പറയുന്ന കരോലിന സ്കോവ എന്ന് പറയുന്ന ചെക്ക് റിപ്പബ്ലിക്കൻ താരത്തിനെ ഫൈനലിൽ തോൽപ്പിക്കുകയുണ്ടായി. അതിൽ നിന്നാണ് ഈ പറയുന്ന വിമൻസ് സിംഗിൾസ് ടൈറ്റിൽ 2021 ഇഗ നേടുന്നത്. സിമോണ ഹാലപ്പും ആഷ്ലി ബാർട്ടിയും മറ്റ് സിംഗിൾ ടൈറ്റിൽസ് നേടിയവരാണ്. ഇറ്റാലിയൻ ഓപ്പൺ നേടിയത് ഇഗയാണ്. സോ അത് മറന്നു വരുന്നത്. ഷീ ഈസ് എ പോളിഷ് വുമൺ. ചെക്ക് റിപ്പബ്ലിക് താരമായ കരോലിനെയാണ് ഫൈനലിൽ ഇഗ തോൽപ്പിച്ചത്. സ്പോർട്സ് എന്ന ചോദ്യങ്ങൾ, ടെന്നീസ് ചോദ്യങ്ങൾ വളരെ കോമൺ ആണ്, എന്നാൽ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ വിട്ടുകളയരുത്. നെക്സ്റ്റ് വൺ, അഗെയിൻ കമ്മിങ് ബാക്ക് ടു കോൺസ്റ്റിറ്റ്യൂഷൻ. അക്കോർഡിംഗ് ടു ദ സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കനോട്ട് ബി അക്വയർഡ് ബൈ ദ ആർക്കൊക്കെ കിട്ടത്തില്ലെന്നാണ്. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടത്തില്ല. ദേ കനോട്ട് ബി അക്വയർഡ് ബൈ. നാച്ചുറലൈസേഷൻ എന്ന് പറയുന്നത് കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ കനോട്ട് എന്ന് പറയാൻ പറ്റത്തില്ല. സോ കിട്ടുന്ന കാര്യമാണ്. ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി നോട്ട് ഫോമിംഗ് പാർട്ട് ഓഫ് ഇന്ത്യ അറ്റ് ദ കമൻസ്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, അതും നേരിട്ട് കിട്ടുന്നതാണ്. സോ ഇതിൻ്റെ ഉത്തരം അല്ല. കിട്ടാത്തതും ചോദിക്കുന്നത് തെറ്റാണ്. ചിൽഡ്രൻ ഓഫ് ബോൺ ഓഫ് ഇന്ത്യൻ സിറ്റിസൺ അബ്രോഡ്, അതും കിട്ടും. അപ്പോൾ അതും കിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. സോ ഇവിടെ എന്താണ് പ്രശ്നം? ചിൽഡ്രൻ ഓഫ് ഡിപ്ലോമാറ്റിക് പേഴ്സണൽ ഓർ ഏലിയൻ എനിമീസ്. ഈ ഏലിയൻ എനിമീസ് എന്ന് പറയുന്നത് ശരിയല്ല.
ഡിപ്ലോമാറ്റിക് പേഴ്സണൽ ഓർ ഏലിയൻ. ഇപ്പോൾ ഏലിയൻ എനിമീസിൻ്റെ ചിൽഡ്രന് നമുക്ക് ഈ പറയുന്ന സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യാൻ പറ്റില്ല. സോ സിറ്റിസൺഷിപ്പ് കിട്ടിയാൽ എന്താണ് ഗുണം? അപ്പോൾ എ പേഴ്സൺ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് ഫുൾ മെമ്പർഷിപ്പാണ്. ഒരു കമ്മ്യൂണിറ്റി ഒരു സ്റ്റേറ്റിലെ ഒരു ഫുൾ മെമ്പർഷിപ്പിനാണ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്. ആ സിറ്റിസൺ ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെ കിട്ടും? സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്. സിവിൽ പൊളിറ്റിക്കൽ റൈറ്റ്സ് നമുക്ക് ലഭിക്കും. ഓക്കെ, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് വി ഷുഡ് റെസ്പെക്ട് ദ നാഷണൽ പോളിസീസ്. നമ്മൾ റെസ്പെക്ട് ചെയ്യണം നാഷണൽ പോളിസീസ്. നാഷണൽ, ഫോർ എക്സാമ്പിൾ നാഷണൽ ഫ്ലാഗ് റെസ്പെക്ട് ചെയ്യുക, ഈ പറയുന്ന നാഷണൽ ഐഡിയോളജീസ് റെസ്പെക്ട് ചെയ്യുക, പിന്നെ നമ്മൾ സമയാസമയത്തിന് ടാക്സ് കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മളുടെ പരിപാടി. മാത്രമല്ല ആർമിയിൽ സെർവ് ചെയ്യേണ്ടി വരും. ഇഫ് ദ ടൈം നീഡ്സ് വി നീഡ് ടു സെർവ് ഇൻ ദ ആർമി ഓൾസോ. രാജ്യത്തിന് വേണ്ടി തോക്കെടുക്കുക. അത് തന്നെ, ആ ഒരു ഐഡിയയിൽ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്ത് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ലഭിക്കുന്നത് സിവിൽ റൈറ്റ്സും പൊളിറ്റിക്കൽ റൈറ്റ്സ്. സോ ദ ആൻസർ ഈസ് ഹിയർ. ചിൽഡ്രൻ ദ ഡിപ്ലോമാറ്റിക് പേഴ്സൺ ഓർ ഏലിയൻ എനിമീസ്. ഏലിയൻ വന്നതുകൊണ്ട് ദേ കനോട്ട് അക്വയർ ദ സിറ്റിസൺഷിപ്പ് അക്കോർഡിംഗ് ടു ദിസ് ആക്ട്. ഓക്കെ, 62ാമത്തെ ചോദ്യം. ഗിദ്ദ ഈസ് എ ഫോം ഓഫ് ഡാൻസ് അസോസിയേറ്റഡ് വിത്ത് ദ സ്റ്റേറ്റ് ഓഫ് വേർ. ഏത് സംസ്ഥാനത്തിലാണ് ഗിദ്ദ വരുന്നത്? അതിൻ്റെ ഉത്തരം പഞ്ചാബാണ്. ഇറ്റ് ഈസ് എ ക്ലാസിക്കൽ ഫോക്ക് ഡാൻസ്. പക്ഷേ ഇത് എന്താ പറയുക, കൊണ്ടാടുന്നത് അല്ലെങ്കിൽ അത് ആസ്വദിക്കില്ല, അത് കൊണ്ടു നടക്കുന്നത് വിമനാണ്. അപ്പോൾ പഞ്ചാബിലെ വിമൻ്റെ ഡാൻസ് ആണ് ഈ പറയുന്ന ഗിദ്ദ. ഭംഗ്ര എന്ന് പറയുന്ന ഒരു ഡാൻസ് ഉണ്ട്, അതിൻ്റെ അതേ എനർജിയോട് കൂടെ തന്നെയാണ് ഗിദ്ദ എന്ന് പറയുന്നത്. ദിസ് ഈസ് എ റിംഗ് ഡാൻസ്. കൂട്ടത്തിൽ നിന്നുകൊണ്ട് കളിക്കുന്ന, റിംഗ് പോലെ നിന്നുകൊണ്ട് കളിക്കുന്ന ഡാൻസ് ആണ് ഗിദ്ദ. ഓക്കെ, ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്. ഓക്കെ, കേരളമാണ്, തെറ്റിദ്ധരിക്കരുത്. ഒറീസയല്ല, രാജസ്ഥാനല്ല, പഞ്ചാബാണ് ശരി ഉത്തരം. 63ാമത്തെ ചോദ്യം. വേൾഡ്സ് ലാർജസ്റ്റ് പിങ്ക് ഡയമണ്ട് മൈൻ. അതിൻ്റെ പേര് ആർജെൽ മൈൻ. സോ ദിസ് ഇസ് അഗെയിൻ അനദർ ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് പിങ്ക് ഡയമണ്ട് മൈൻ? പിങ്ക് ഡയമണ്ട് മൈൻ, ഏറ്റവും അധികം പിങ്ക് ഡയമണ്ട് കുഴിച്ചെടുക്കുന്ന സ്ഥലം ആർജെൽ മൈൻ എന്ന് പറയും. ഇറ്റ് ഹാസ് അനൗൺസ്ഡ് ടു ഷട്ട് ഡൗൺ ഇറ്റ്സ് ഓപ്പറേഷൻ ആഫ്റ്റർ 40 years ഓഫ് ബിസിനസ് ഓപ്പറേഷൻ. 40 വർഷത്തിന് ശേഷം ഷട്ട് ഡൗൺ ചെയ്യുന്നു. ഏത്? ആർജെൽ മൈൻ. ഈ മൈൻ ഏത് രാജ്യത്ത് സിറ്റുവേറ്റ് ചെയ്യുന്നു എന്നാണ്. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓസ്ട്രേലിയയാണ്. സിംഗപ്പൂർ അല്ല, മെക്സിക്കോ അല്ല, മാലദ്വീപ്സ് അല്ല. ഓക്കെ, ഈ എന്തുകൊണ്ട് ഈ മൈൻ ഷട്ട് ഡൗൺ ചെയ്യുന്നു? ബിക്കോസ് ഓഫ് ലോ ക്വാളിറ്റി. അപ്പോൾ ഏറ്റവും അധികം പിങ്ക് ഡയമണ്ട് കുഴിച്ചെടുക്കുന്ന സ്ഥലമാണ്, പക്ഷേ റീസെൻ്റ്ലി ഇതിൻ്റെ ക്വാളിറ്റിയിൽ വളരെ കുറവ് വരുന്നു. സോ എക്കണോമിക്കലി അത് കൊണ്ടു നടക്കുന്നത് അത് തന്നെ ശാശ്വതമായ ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ എന്താ, ഫൈനലി ദേ നീഡ് ടു ഷട്ട് ഡൗൺ ഇറ്റ്സ് ഓപ്പറേഷൻ ആഫ്റ്റർ 40 years ഓഫ് ബിസിനസ്. സോ അത് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ കിംബർലി എന്ന ഡിസ്ട്രിക്റ്റിലാണ് നടക്കുന്നത്. വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ കിംബർലി സ്റ്റേറ്റിലാണ് ഈ മൈന് ഉള്ളത്. ഓക്കെ, അത് ഓർക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ. വൈസ് പ്രസിഡന്റ് ഈസ് എലക്റ്റഡ് ബൈ an electoral college consisting of the members of where? രാജ്യസഭയാണോ, ബോത്ത് ഹൗസസ് ആണോ, ലോക്സഭയാണോ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണോ? ഏതാണ് വരുന്നത്? രാജ്യസഭ. ഓക്കെ, ദിസ് ഈസ് അഗെയിൻ ആൻ ഇൻഡയറക്റ്റ് എലക്ഷൻ അല്ലെ? ഇൻഡയറക്റ്റ് എലക്ഷൻ ആണ് ഇത് വൈസ് പ്രസിഡന്റ് നടക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം നടന്നത് ബോത്ത് എലക്റ്റഡ് ആൻഡ് നോമിനേറ്റഡ് മെമ്പേഴ്സ്. രണ്ടുപേരും ഇവിടെയുണ്ട്. എലക്റ്റഡ് ആൻഡ് നോമിനേറ്റഡ് രണ്ടുപേരും ഈ പറയുന്ന ഇലക്ടറൽ കോളേജിന്റെ ഭാഗമാവും. അങ്ങനെ എലക്റ്റഡ് പ്ലസ് നോമിനേറ്റഡ് മെമ്പേഴ്സ് വരുന്ന ഏതാണ്? ബോത്ത് ഹൗസസ് ഓഫ് പാർലമെന്റ്. രണ്ട് ഹൗസ് പാർലമെന്റിലെ ആളുകൾ എലക്ട് ചെയ്യും. എന്തെന്നാൽ രാജ്യസഭയിലെ ചെയർമാൻ ആണ് ആര്? വൈസ് പ്രസിഡന്റ്. ഹീസ് ദ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. അതായത് വൈസ് പ്രസിഡന്റ് ആയ ശേഷം എക്സ് ഒഫീഷ്യോ ചെയർമാൻ, അതായത് ഒഫീഷ്യൽ പദവി വഹിക്കുന്നു, ചെയർമാനായിട്ട് വഹിക്കുന്നു. സോ ഹീസ് പ്രൈമർലി വൈസ് പ്രസിഡന്റ്. സോ വൈസ് പ്രസിഡന്റ് ആയതുകൊണ്ട് തന്നെ രണ്ട് ഹൗസസ് ഓഫ് പാർലമെന്റ് വോട്ടിംഗിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. പക്ഷേ അദ്ദേഹം ചെയർമാൻ ആയിരിക്കുന്നത് രാജ്യസഭയുടെയാണ്. അതുകൊണ്ട് രാജ്യസഭ മാത്രമാണെന്ന് ചിന്തിക്കരുത്. ബോത്ത് ഹൗസ് ഓഫ് പാർലമെന്റ് വിൽ ടേക്ക് പാർട്ട് ഇൻ ദ എലക്ഷൻ ഓഫ് വൈസ് പ്രസിഡന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് റേഡിയേഷൻസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ കൺവേർഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ ടു ഓസോൺ? ഓസോണിലാകാൻ വേണ്ടി അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ O2 എന്ന് പറയുന്ന ഓക്സിജനെ ഓസോൺ ആക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കഴിയുന്ന ഏത് റേഡിയേഷൻസ് ആണ്? ദാറ്റ്സ് ആൻസർ ഈസ് അൾട്രാ വയലറ്റ് റേഡിയേഷൻസ്. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയും.
That is a list of different types of radiations based on frequency or wavelength. ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഞാൻ മ്യൂ എന്ന് എഴുതുന്നു, വേവ് ലെങ്ത്തിന് ലാംഡ കൊടുക്കുന്നു. വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഫ്രീക്വൻസി കുറഞ്ഞതും വേവ് ലെങ്ത് കൂടിയതെന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി കുറഞ്ഞതും ഫ്രീക്വൻസി കൂടിയതിന് വേവ് ലെങ്ത് കുറഞ്ഞതും. ഇവിടെ ആദ്യം നമുക്ക് ഗാമയുണ്ട്, പിന്നെ എക്സ്റേ ഉണ്ട്, പിന്നെ അൾട്രാ വയലറ്റ് ഉണ്ട്, പിന്നെ ഇവിടെ ഞാൻ വിടുന്നു അതായത് വൈറ്റ് ലൈറ്റ് എന്ന് പറയും, അതിനകത്ത് വിബ്ജിയോർ എല്ലാ കളേഴ്സും ഉണ്ട്, വിബ്ജിയോർ. അത് കഴിഞ്ഞാൽ പിന്നെ ഇൻഫ്രാറെഡ് ഉണ്ട്, പിന്നെ മൈക്രോവേവ്സ് ഉണ്ട്, പിന്നെ റേഡിയോ വേവ്സ് ഉണ്ട്. സോ ഹയസ്റ്റ് ആയിട്ടുള്ള ഈ പറയുന്ന വേവ് ലെങ്ത് ഉള്ളത് റേഡിയോ വേവ്സ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് ദൂരത്തേക്ക് റേഡിയോ കമ്മ്യൂണിക്കേഷൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. ഏറ്റവും വേവ് കുറഞ്ഞ അല്ലെങ്കിൽ വേവ് ലെങ്ത് കുറവുള്ള റേസ് ആണ് ഗാമ റേസ്. പക്ഷേ ഇതിന് ഹൈ എനർജിയാണ്. എനർജി ഫ്രീക്വൻസി കൂടുന്തോറും എനർജി കൂടും. അപ്പോൾ അൾട്രാ വയലറ്റിനെക്കാട്ടി എനർജി ഉണ്ട് എക്സ്റേന്, അതിനേക്കാട്ടി എനർജി ഉണ്ട് ഗാമയ്ക്ക്. അതുകൊണ്ട് തന്നെ ഇൻഫ്രാ റേഡിയേഷൻ എന്ന് പറയുന്നത് ഇൻഫ്രാ റേഡിയേഷനെക്കാട്ടി എനർജി ഉണ്ട് റെഡ് ലൈറ്റിന്, ഈ റെഡ് എന്ന് പറയുന്നതിന്. അതുകൊണ്ട് ഗാമ റേഡിയേഷൻസ് അല്ല, ഇൻഫ്രാ റേഡിയേഷൻസ് അല്ല. കോസ്മിക് തന്നെ നമ്മൾ അല്ലെങ്കിൽ വിദേശമല്ല, ഭൂമിക്ക് പുറത്തുനിന്ന് വരുന്ന എല്ലാ രശ്മികളും കോസ്മിക് റേഡിയേഷൻ എന്ന് പറയും. ഗാമ എന്ന് പറയുന്നത് ഭൂമിക്ക് പുറത്തുനിന്നാണെങ്കിൽ നമ്മൾ ഭൂമിയിൽ എത്തില്ല, ബിക്കോസ് വേവ് ലെങ്ത് ഏറ്റവും കുറവാണ്. ഗാമ റേഡിയേഷൻസ് നമ്മുടെ ന്യൂക്ലിയർ ഈ പറയുന്ന എമിഷൻസ് എന്നൊക്കെ ഗാമ റേഡിയേഷൻസ് ഉണ്ടാവും. അതും ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ പറ്റത്തില്ല. സോ ഹൈ എനർജിയാണ്, പക്ഷേ നമ്മളെ അറ്റ്മോസ്ഫിയറിലുള്ള റേഡിയേഷൻ അൾട്രാവയലറ്റ് റേഡിയേഷൻസ്, ദീസ് റേഡിയേഷൻസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ കൺവേർഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ ടു ഓസോൺ. സോ ദിസ് ഈസ് ദ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. ഇതനുസരിച്ച് ഏറ്റവും എനർജി കൂടിയത് ഗാമയാണ്, എക്സ്റേ, അൾട്രാവയലറ്റ്, വിബ്ജിയോർ, ഇൻഫ്രാറെഡ്, മൈക്രോവേവ്സ്, റേഡിയോസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് ഈസ് ദ ഗ്രാസ് റൂട്ട് ഫംഗ്ഷൻ ഓഫ് കുടുംബശ്രീ? കുടുംബശ്രീ എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ കേരള ഗവൺമെൻറ് അഭിമാന പദ്ധതിയായ കുടുംബശ്രീ 1998 ലോഞ്ച് ചെയ്യുന്ന കുടുംബശ്രീ, അന്നത്തെ അടൽ ബിഹാരി വാജ്പേയിയാണ് ലോഞ്ച് ചെയ്തത്. ആലപ്പുഴയിലാണ് അത് ലോഞ്ച് ചെയ്തത്, മലപ്പുറത്താണ് അത് സ്റ്റാർട്ട് ചെയ്തത്. എനിവേ, അതിന് 3 ടയർ ഉണ്ട്. ഇറ്റ്സ് എ 3 സ്റ്റേജ് പ്രോഗ്രാം. 3 ടയർ ഉണ്ട്. ഫസ്റ്റ് ടയർ, അതായത് ഏറ്റവും താഴെയുള്ള ടയറിൻ്റെ പേരാണ് നെയ്ബർഹുഡ് ഗ്രൂപ്പ്സ്, അയൽക്കൂട്ടം എന്ന് പറയും. അതിൻ്റെ മുകളിലുള്ള ടയറാണ് ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി. അതിൻ്റെ മുകളിലുള്ള ടയറാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി. സോ ഇവിടുത്തെ ആൻസർ എന്താണ്? ഗ്രാസ് റൂട്ട് ലെവൽ. ഗ്രാസ് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ചെടിയുടെ ഏറ്റവും ഗ്രാസ് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലെവൽ, ലോ ലെവലാണ് ഗ്രാസ് റൂട്ട്, അതായത് ഏറ്റവും താഴെ കിടക്കുന്ന ലെവൽ. സോ NSG ഈസ് ദ റൈറ്റ് ആൻസർ. ഗ്രാസ് റൂട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിമം പ്രൈമറി ലെവൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കുടുംബശ്രീ മിഷന്റെ യഥാർത്ഥ പേരെന്താണ്? സ്റ്റേറ്റ് പോവേർട്ടി ഇറാഡിക്കേഷൻ മിഷൻ. സ്റ്റേറ്റ് പോവേർട്ടി ഇറാഡിക്കേഷൻ മിഷൻ എന്നാണ്. കുടുംബശ്രീ എന്ന പേരിന് അർത്ഥം എന്താണ്? കുടുംബത്തിലെ ശ്രീ, പ്രോസ്പെരിറ്റി ഇൻ എ ഫാമിലി, അതാണ് കുടുംബശ്രീയുടെ അർത്ഥം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കുടുംബശ്രീ പറയാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ വായിക്കണം. കുടുംബശ്രീ ഏത് ഡിപ്പാർട്ട്മെൻറ്റ്, ഏത് മിനിസ്ട്രിയുടെ കീഴിൽ വരുന്നതെന്നൊക്കെ നിങ്ങൾ നോക്കി പഠിക്കണം. കുടുംബശ്രീ ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ്സ് നോക്കുക. കുടുംബശ്രീ ലോൺ കൊടുക്കുന്നുണ്ട്, പല രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സ് വരുന്നുണ്ട്. കേരളത്തിൻ്റെ അഭിമാന പദ്ധതി ആയതുകൊണ്ട് തന്നെ സംടൈംസ് ക്വസ്റ്റ്യൻസ് മേ കം ഫ്രം സച്ച് ഏരിയ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ യങ്ങസ്റ്റ് ലിറ്ററേച്ചർ ലോറേറ്റ് ടു വിൻ നോബൽ പ്രൈസ്? ആരാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ലിറ്ററേച്ചറിന് നോബൽ പ്രൈസ് നേടിയ എഴുത്തുകാരൻ? ഹാരി മാർട്ടിൻസൺ ആണോ, റുഡിയാർഡ് കിപ്ലിംഗ് ആണോ, കാൾ ജെലർപ്പ് ആണോ, നെല്ലി സാച്ച് ആണോ? നമുക്ക് ഓരോരുത്തരെ വർഷം നോക്കാം. റുഡിയാർഡ് കിപ്ലിംഗ് 1907, നെല്ലി സാച്ച് എന്ന് പറയുന്നത് 1966, കാൾ എന്ന് പറയുന്ന ആള് അത് നോബൽ പ്രൈസ് നേടിയ 1917. ഫൈനലി ഹാർലി മാർട്ടിൻസൺ എപ്പോൾ നേടി? തെറ്റാണ്. നിങ്ങൾ ഉദ്ദേശിച്ചത് യങ്ങസ്റ്റ് ആണെങ്കിൽ തെറ്റാണ്. ഹി ഈസ് ദ ഓൾഡസ്റ്റ്, 1974. സോ ദ റൈറ്റ് ആൻസർ ഈസ് റുഡിയാർഡ് കിപ്ലിംഗ്. നോബൽ പ്രൈസ് നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ, ബിക്കോസ് 1907 അദ്ദേഹം നേടുന്നത്. ആ സമയത്ത് തന്നെ ഫസ്റ്റ് ഇംഗ്ലീഷ് നോവലിസ്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ഇംഗ്ലീഷ് ഓതർ എന്ന് പറയുന്നത് റുഡിയാർഡ് കിപ്ലിംഗ് ആണ്. നോബൽ നേടുന്ന ആദ്യത്തെ ഇംഗ്ലീഷ് ഓതർ എന്ന് പറയുന്നതും റുഡിയാർഡ് കിപ്ലിംഗ് ആണ്. ഓക്കെ, ആ ഒരു ഐഡിയയിൽ നിങ്ങൾ നോക്കണം. നോബൽ പ്രൈസും ഓസ്കാറും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്. അതിനെ പറ്റിയുള്ള ഈ പറയുന്ന സ്റ്റാറ്റിക് ആയിട്ടുള്ള കുറേ ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചേക്കുന്നത് വളരെ നല്ലതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ടു ഡിസൈഡ് ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് ദ സ്റ്റേറ്റ് ഫോഴ്സ്. ഇപ്പോൾ സെൻറ്ററും സ്റ്റേറ്റ് ഫോഴ്സും തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സ് എന്ന് പറയുന്നത് സുപ്രീം കോടതി ഡീൽ ചെയ്യുന്നു. അത്
അതിന് ഈ പറയുന്ന സുപ്രീം കോടതിയുടെ ഏത് ജുറിസ്ഡിക്ഷനിൽ വരും എന്നാണ്. വെദർ ഇറ്റ് ഈസ് ഒറിജിനൽ, അഡ്വൈസറി, അപ്പലേറ്റ് ഓർ റിറ്റ്. ഇതിന്റെ ശരി ഉത്തരം എന്താണ്? ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ ആണ്. ആർട്ടിക്കിൾ 131 പറയുന്നത് എന്താണ്? ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ സുപ്രീം കോടതിക്ക് യൂസ് ചെയ്യാം ഫോർ ദ എൻഫോഴ്സ്മെന്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. എൻഫോഴ്സ്മെന്റ് ഉപയോഗിക്കാമെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 131. അതേപോലെ തന്നെ സെൻട്രൽ സ്റ്റേറ്റ്സ് ഡിസ്പ്യൂട്ട്സ് ചെയ്യാനും ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ ചെയ്യാനുണ്ട്. അഡ്വൈസറി എന്ന് പറഞ്ഞാൽ പ്രസിഡന്റിനെ, പ്രൈം മിനിസ്റ്ററിനെ, ഇവര് പ്രസിഡന്റ് ഓഫ് കോഴ്സ് അഡ്വൈസ് ചെയ്യാനുള്ള പവർ സുപ്രീം കോടതിക്കുണ്ട്. സുപ്രീം കോടതിയിൽ നിന്ന് പ്രസിഡന്റ് അഡ്വൈസ് സ്വീകരിക്കാമെന്നും പ്രസിഡന്റ് ആർട്ടിക്കിൾസിൽ പറയുന്നുണ്ട്. അപ്പലേ ജുറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഹയർ കോർട്ട്, ലോവർ കോർട്ടിൽ നിന്നും അപ്പീൽ പോയി ഹയർ കോർട്ട് കേസ് ഏറ്റെടുക്കുന്നത് മറ്റു കാര്യങ്ങളാണ് അപ്പലേറ്റ് ജുറിസ്ഡിക്ഷൻ. റിറ്റ് എന്ന് പറയുന്നത് അറിയാലോ, റിറ്റ് ഓഫ് ഹെബിയസ് കോർപ്പസ്, ക്യോ വാറണ്ടോ, സെർഷ്യൂററി എന്ന് പറയുന്ന റിറ്റ്സ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് സുപ്രീം കോടതിയും ഹൈക്കോടതിയാണ്. റിറ്റ്സിന്റെ ആർട്ടിക്കിൾ നോക്കുക, രണ്ട് കോടതികളും എങ്ങനെയൊക്കെ റിറ്റ്സ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന നോക്കുക. ഫണ്ടമെന്റൽ റൈറ്റ്സിന് മാത്രം റിറ്റ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഒരു കോടതിയുണ്ട്, അത് ഹൈക്കോടതിയാണോ സുപ്രീം കോടതിയാണോ എന്നൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക, അത് പഠിച്ചു വയ്ക്കുക. അപ്പോൾ റിറ്റ് ജുറിസ്ഡിക്ഷൻ അല്ല, അപ്പലേറ്റ് അല്ല, അഡ്വൈസറി അല്ല. സോ ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ ഇസ് ദ റൈറ്റ് ആൻസർ. Next question. In which district Mangalavanam, the smallest wildlife sanctuary in Kerala, situated? ഏത് ഡിസ്ട്രിക്റ്റിലാണ് മംഗളവനം സിറ്റുവേറ്റ് ചെയ്യുന്നത്? വയനാടാണോ, എറണാകുളമാണോ, തൃശ്ശൂരാണോ, ഇടുക്കിയാണോ? ഹൈക്കോർട്ട് ഇരിക്കുന്ന എറണാകുളമാണ് ശരി ഉത്തരം. സോ മംഗളവനം ഇസ് കോൾഡ് ലങ്സ് ഓഫ് കൊച്ചി. കൊച്ചിയുടെ ശ്വാസകോശം എന്ന് അറിയപ്പെടുന്ന ഏതാണ്? മംഗളവനം. എന്തെന്നാൽ അത്യാവശ്യം പൊല്യൂട്ടിങ് ഏരിയ ആയ കൊച്ചിയിൽ ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ കൺട്രോൾ ഒരു വിധത്തിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മംഗളവനം പോലുള്ള ഒരു ഈ പറയുന്ന വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. ഇറ്റ് ഈസ് എ സ്മോളസ്റ്റ് സാങ്ച്വറിയാണ് മംഗളവനം. ഓക്കെ, വയനാട് ഉള്ളത് പക്ഷി പാതാളമാണ്, പക്ഷി പാതാളം. പിന്നെ സലിം അലി ബേർഡ് സാങ്ച്വറി ഉണ്ട്, തട്ടേക്കാടുള്ളതാണ് സലിം അലി ബേർഡ് സാങ്ച്വറി. സോ വേറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക, ഓരോ ഡിസ്ട്രിക്റ്റിലും ഏതൊക്കെ സാങ്ച്വറീസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. എത്ര നാഷണൽ പാർക്ക് കേരളത്തിലുണ്ട്, ഇന്ത്യയിലെ കണക്ക് വേറെയാണ്, കേരളത്തിൻ്റെ കണക്ക് വേറെയാണ്, അതൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ കോടതിയിലെ പരീക്ഷയാകുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കണക്ക് നോക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ റീസെൻ്റ്ലി ആയിട്ട് ഏതെങ്കിലും ഒരു ഏരിയ ഈ പറയുന്ന റാംസാർ സൈറ്റുമായിട്ട് ബന്ധമുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. പിന്നെ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ കിട്ടിയ ബീച്ചസ്. സോ അങ്ങനെ നമ്മൾ ഈ പറയുന്ന ഏരിയാസ്, ഈ പറയുന്ന സാങ്ച്വറീസ്, ഈ വൈൽഡ് ലൈഫ്, റാംസാർ വെറ്റ്ലാൻഡ്സ്, ബീച്ചസ്, സോ ഇങ്ങനെയുള്ള സർട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലിസ്റ്റിനകത്ത് പെടുത്തിയ സ്ഥലങ്ങളുണ്ടോ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി ഹാഡ് സെലിബ്രേറ്റഡ് എ 2-day ഹെമിസ് ഫെസ്റ്റിവൽ? ഹെമിസ് ഫെസ്റ്റിവൽ എന്ന ഫെസ്റ്റിവൽ 2 ദിവസം കൊണ്ടാടുന്നതാണ്. ആ ഒരു ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്ത യൂണിയൻ ടെറിട്ടറി ഏതെന്നാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഏതെന്നാണ്? ഇപ്പോൾ നമുക്ക് ലഡാക്ക് എന്നൊരു യൂണിയൻ ടെറിട്ടറി ഉണ്ട്, പണ്ടാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഉത്തരം ജമ്മു ആൻഡ് കാശ്മീർ ആയിരുന്നു. സോ നൗ ദ ആൻസർ ഈസ് ലഡാക്ക്. സോ വാട്ട് ഈസ് ദിസ് ഹെമിസ് ഫെസ്റ്റിവൽ? ഹെമിസ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഗുരു പത്മസംഭവ എന്ന് പറയുന്ന ഗുരുവുണ്ട്. ഹി ഈസ് കൺസിഡർഡ് ആസ് ദ സെക്കൻഡ് ബുദ്ധ എന്നറിയപ്പെടുന്ന ഗുരു പത്മസംഭവയുടെ ബർത്ത് ആനിവേഴ്സറിയാണ് ലഡാക്ക് 2 ദിവസം ഹെമിസ് ഫെസ്റ്റിവലായിട്ട് ആഘോഷിക്കുന്നത്. നമുക്കിവിടെ ഹെമിസ് സാങ്ച്വറി കാണാം, ഇദ്ദേഹത്തിൻ്റെ തന്നെ സാങ്ച്വറിയാണ്. ആ ഒരു സ്ഥിതി ചെയ്യുന്നതും ഇപ്പോൾ ലഡാക്കിലാണ്. സോ അതും കൂടെ ഒരു ചോദ്യമായിട്ട് വരാം, ഹെമിസ് ഫെസ്റ്റിവൽ, ഹെമിസ് സാങ്ച്വറി. ഓക്കെ, പറഞ്ഞ പോലെ 20 ചോദ്യം 50 മുതൽ 70 വരെ 20 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ബാക്കിയുള്ളൊരു 20 ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. അതൊരു മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. Thank you all for listening.